ഈ കല്ലിനെ പറയുന്നത് അക്കയും തങ്കച്ചിയും എന്നുവെച്ചാൽ ഒരു രണ്ട് ചേച്ചിമാര് തപസ്സിരുന്ന് ഇങ്ങനെ അയക്കുന്നതാണെന്നാണ് പറയുന്നത്. ഒരാൾ അക്ക, ഒരാൾ തങ്കച്ചി. അതാണ് അങ്ങനെയാണ് സ്ഥലത്തിന് അക്ക തങ്കച്ചി എന്ന്. കൊളുക്കമലയുണ്ട്, ചക്രമുടിയുണ്ട്, മീശപ്പുലിമല. മീശപ്പുലിമല എല്ലാം ഒറ്റ ഫ്രെയിമിൽ കിട്ടും. കണ്ട 7200 അടി വരും. ചക്രമുടിയല്ലേ? ചക്രമുടി കാണുന്ന കാൽപ്പാടുകളെല്ലാം ഓരോരോ മൃഗങ്ങളുടെയാണ്. ഓക്കെ, നീറ്റാക്കി തെളിച്ചു വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നത്. അതാ അവര് വന്ന് വെള്ളം കുടിച്ചും പയ്യെ തോണ്ടി ശരിയാക്കി എടുത്തേക്കുന്നതാണ്. പ്രത്യേകത എല്ലാം ഉണ്ട്. അതാണ് ഈ കല്ലിനൊരു പ്രത്യേകതയുണ്ട്. അതാണ് എനിക്ക് തോന്നി ഇത് കണ്ടപ്പോ. മറ്റേ വാനനിരീക്ഷണത്തിനൊക്കെ പുലിമാരൊക്കെ പണ്ടത്തെ കാലത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. കാരണം 360 വ്യൂ ഉണ്ട് ഇവിടെ. അവരങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഒരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണിത്. അങ്ങോട്ടൊന്നും വീഴുന്നുണ്ട്. ഈ കല്ല് നിങ്ങൾ കാണുന്നുണ്ടോ? വാനനിരീക്ഷണത്തിന് ആൾക്കാർ വന്നപ്പോഴത്തേക്കും ഇവിടെ സെറ്റ് ചെയ്തതാണെന്ന്. ഒത്തിരി വർഷമായി കാണില്ലേ ഇത്? പുരാതന കാലത്ത്, ഇപ്പോഴല്ല, പുരാതന കാലത്ത് ഈ വാനനിരീക്ഷണം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി 360 ഡിഗ്രി ആണല്ലോ നമുക്ക് ഇവിടെ ചുറ്റും കാണാവുന്നത്. അവിടെ 360 ഡിഗ്രി നമുക്ക് കാണാം. അപ്പൊ അതിനുവേണ്ടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അക്കാത്തങ്കച്ചിമേട് എന്നാണ് ഇവിടെ പറയുന്നത്. അക്കാത്തങ്കച്ചിമേട്, തോണ്ടിമലയിലെ അക്കാത്തങ്കച്ചിമേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം. ഇവിടെ നിന്ന് ഞങ്ങൾ ആനയിറങ്ങൽ ഡാം ആ ഭാഗം കാണാം. അവിടെ ചക്രമുടി, കൊളുക്കുമല, മീശപ്പുലിമല. കൊളുക്കുമല എവിടെയാ? കൊളുക്കുമല അവിടെയായിട്ട്. മീശപ്പുലിമല കൊളുക്കുമല ഇവിടെയായിട്ട് വരും. മീശപ്പുലിമല എവിടെയായിട്ട് വരും. ഇങ്ങോട്ട് വരുവാണ്. ഗൈസ്, ഞാൻ എൻ്റെ ലൈഫിൽ ഇതുപോലൊരു എക്സ്പീരിയൻസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാ നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങോട്ട് ഗ്യാപ്പ് റോഡ് ആ വഴിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ഒരു പൊളി, ഒരു എന്താ പറയാ, നല്ല രസമുണ്ട്. നല്ല കൂളിങ് കേട്ടോ, നല്ല കൂളിങ്, ഭയങ്കര നല്ല കാലാവസ്ഥ, നല്ല തണുപ്പ്. കോടമഞ്ഞുണ്ട്. അത് കോട നോക്കിക്കേ, കോട കണ്ടോ? കോടയാണ്. നമ്മുടെ ആലപ്പുഴയിലൊക്കെ എന്ത് ചൂടാണ്. ഇവിടെ കണ്ട നല്ല തണുപ്പാണ്. ഒന്നാമത്തെ നമ്മൾ നല്ല ഹൈ റേഞ്ചിലാണ് നിൽക്കുന്നത്. മലയുടെ ഏറ്റവും പൊക്കത്താണ് നമ്മൾ നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഹാപ്പി. എന്തോ രസമാണെന്നറിയാവാണ്. ഇതുണ്ടോ, ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലം. സത്യം പറഞ്ഞാൽ അടിപൊളി സെറ്റ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ മീശപ്പുലിമല അവിടെ മീശപ്പുലിമലയുണ്ട്, കൊളുക്കുമലയുണ്ട്. ഇതൊക്കെ അടുത്തടുത്തായിട്ട്, അത് അവിടെ ആയിട്ട് ആനയിറങ്ങൽ ഡാം ഒക്കെ ഇങ്ങനെ അടുത്തടുത്തായിട്ടാണ്. ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രിയിൽ കാണാൻ പറ്റും എന്നാണ് പറയുന്നത് അല്ലെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, എനിക്ക് വയ്യ, ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് ലൈഫാണ്. അതാണ് നമ്മുടെ ഇങ്ങനെയൊക്കെ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്തില്ല എങ്കിൽ വൻ നഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും. ഇപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ വന്നില്ലായിരുന്നെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മലേട്ടനോടാണ് ഒരു ബിഗ് താങ്ക്സ് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരനില്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ വരത്തില്ല. അമേസിങ്, സൂപ്പർ. കണ്ട ഇത് രസമെന്ന് നോക്കിയേ, ഇങ്ങനെ ഒരു പ്ലേസ്. സത്യം പറഞ്ഞാൽ മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് കാര്യമില്ല. മൂന്നാറിന്ന് ഇങ്ങോട്ട് വരണം, പൂപ്പാറയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ മൂന്നാർ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ കാണാൻ. അത് കഴിഞ്ഞ് ഇങ്ങോട്ടാണ് വളരെ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല. അത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി രമണീയമായ സ്ഥലം. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഭയങ്കര ബ്രൈറ്റ്നെസ്. വെയിൽ കൊണ്ടാടാ അല്ലേ? ഓക്കെ, നമ്മളിവിടെ വന്നില്ലായിരുന്നെങ്കിലുണ്ടല്ലോ ഭയങ്കര നഷ്ടമായേനെ. കാര്യം അത്രയ്ക്ക് ഭംഗിയുണ്ട് കേട്ടോ. എത്രയൊക്കെ പറഞ്ഞിട്ടും ഈ സ്ഥലത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടും മതിയാവുന്നില്ല. വേറെ ലെവലാണ് കേട്ടോ. വെയിൽ കൊണ്ടാണ് ഭയങ്കര വെട്ടം. നമുക്ക് കുറച്ചും കൂടെ നടന്നാലോ? സത്യം പറഞ്ഞാൽ ഇത് ഒരുപാടുണ്ട് കേട്ടോ. അങ്ങറ്റം വരെ കുറേ ഉണ്ട് സ്ഥലം. നമുക്ക് അങ്ങോട്ടൊക്കെ കൊള്ളാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ആന ഇറങ്ങും. ഇവിടെ ആന ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അതാണ് വേറൊരു വിഷയം. നമ്മളിങ്ങോട്ട് വരുന്ന വഴി കുറെ ആനപ്പിണ്ടൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം പുള്ളി പറഞ്ഞ് നോക്കി കണ്ടൊക്കെ പോകണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആന എല്ലാം കയറി വട്ടം വന്നു കഴിഞ്ഞാൽ നമ്മളിറങ്ങി ഓടിക്കണം. ഇവിടെ അരിക്കൊമ്പനൊക്കെ കിടന്ന് കളിക്കുന്ന സ്ഥലം ഇതാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെയൊക്കെ ഭയങ്കര
ഭയങ്കര സത്യം പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആണ് കേട്ടോ. കാര്യം ഈ റോഡെന്ന് പറഞ്ഞാൽ കാണണം, ഇല്ലാന്നുണ്ടെങ്കിൽ തീരാ നഷ്ടമാണ് മക്കളെ, ഭയങ്കര പേടിയുള്ളവര് വരരുത്. കാര്യം എന്താന്ന് വെച്ചാൽ റോഡ് തന്നെ കണ്ടില്ലേ, കുഞ്ഞു റോഡാ, ഒരു വണ്ടിക്ക് കഷ്ടിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ഒരു ചെറിയൊരു സ്ലിപ്പായി കഴിഞ്ഞാൽ താഴത്തോട്ട് വലിയ ഒക്കെയാ. പക്ഷെ അത് അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡ്രൈവർമാർ ഒരിക്കലും സാഹസികത കാണിച്ച് നിങ്ങൾ വന്നിട്ട് മഞ്ഞുമല്ല ആ ഒരു സീങ്ങളൊക്കെ ആയി പോകും. കേറരുതെന്ന് പറഞ്ഞിട്ട് കേറിയിട്ട് വല്ല കൊക്കയിലോട്ടൊക്കെ വീണിട്ട് പിന്നെ കൊക്കയിൽ വീണ ആരും കാണത്തൊന്നുമില്ല. അമലേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അവരുടെ കൂടെ വരാം. നിങ്ങൾക്ക് ഇവിടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുത്തേക്കാം. കോൺടാക്ട് ചെയ്യേണ്ട ആളെയും നമ്മളെ അമലേട്ടന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ അടിയിൽ കൊടുത്തേക്കാം. നിങ്ങൾ അമലേട്ടനെയൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനാലും അടിപൊളി സ്ഥലത്തോട്ടൊക്കെ നിങ്ങളെ കൊണ്ട് കാണിച്ചു തരും. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നമ്പർ ഡീറ്റെയിൽസും അതിന്റെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒക്കെ പേരൊക്കെ ഞാൻ അടിയിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതിനെക്കുറിച്ച് പറയാൻ നമ്മുടെ ഈ മുനിക്കല്ലില്ലേ, മുനിക്കല്ലുകൾ അതിന്റെ ഒരു ഇതിൽപ്പെടുന്ന സാധനം തന്നെയാണ് ഈ മെൻഹറുകൾ എന്നൊക്കെ പറയും. അപ്പം പണ്ട് അവര് ഈ അവസരിക്കാൻ വേണ്ടി മുനിക്കല്ല് ഉപയോഗിക്കുന്നു. അതുപോലെ അതിനിങ്ങനെയും പറയുന്നുണ്ടല്ലോ, ഈ ഇതിന്റെ മുകളിലിരുന്ന് വാനനിരീക്ഷണത്തിന് വേണ്ടി അതിന്റെ മുകളിൽ കയറി ഇരിക്കുവായിരുന്നാ പറയുന്നത്, വാനനിരീക്ഷണത്തിന് വേണ്ടി. അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ് ആ കല്ലിന് പറയുന്നത്. പിന്നെ ഈ സ്ഥലത്ത് കുറിഞ്ഞു പോക്കുന്ന സ്ഥലമാണ്. ഇവിടെ കുറിഞ്ഞു പോക്കുന്ന ഈ നിൽക്കുന്നത് നീലക്കുറിഞ്ഞിയാണ്. ഇത് നീലക്കുറിഞ്ഞിയാണ്. ഇത് നീലക്കുറിഞ്ഞിയാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം നീലക്കുറിഞ്ഞി പൂക്കുന്നതാണ്. ഇതൊക്കെ നീലക്കുറിഞ്ഞിയാണ്. ഇത് പൂക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്താണ് കുറിഞ്ഞി പൂക്കുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ ഈ സ്ഥലം പിന്നെ അമലേട്ടൻ കണ്ടുപിടിച്ചിട്ട് എത്ര നാളായി? സ്ഥലം പണ്ട് പോലെ ഉള്ള, പക്ഷെ ഇപ്പോഴാണ് പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നു തുടങ്ങിയത്. കാരണം വഴിയൊക്കെ ഒരു കുറച്ച് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ ആന വരും അല്ലേ? ഇവിടെ എല്ലാം ആന വരുന്ന സ്ഥലം. നമ്മുടെ അരിക്കൊമ്പനും ചക്കക്കൊമ്പനും എല്ലാ ആനകളും ഇവിടെ പോകുന്ന പ്രധാന സ്ഥലമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ആനയിറങ്ങൽ ഡാം കാണാം. അവിടെ ചക്രമുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മലയാണത്. ചക്രമുടി ആ കാണുന്നത് 7200 അടി വരും അവിടെ. 7200 അടി. അങ്ങോട്ട് 7200 അടി വരും. ചക്രമുടി അല്ലേ? ചക്രമുടി മല. ചക്രമുടി കാണാൻ നമുക്ക് അവിടെ നിന്ന്. അതിന് തൊട്ടപ്പുറമുള്ളത് കൊളുക്കുമലയുണ്ട്, ചക്രമുടിയുണ്ട്, മീശപ്പുലിമല. എല്ലാം ഒറ്റ ഫ്രെയിമിൽ കിട്ടും. കണ്ട ഇതേ സ്ഥലം ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം അക്കാത്തങ്കച്ചി കടന്നു. മറ്റേ അക്കാത്തങ്കച്ചിമയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒറ്റ ഫ്രെയിമിൽ തന്നെ 3 സ്ഥലങ്ങളും കിട്ടും. ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്ന കഥകളാണ് ഈ കല്ലിനെ പറയുന്നത്. ഒരു അക്കയും തങ്കച്ചിയും എന്നുവെച്ചാൽ ഒരു 2 ചേച്ചിമാര് തപസ്സിരുന്ന് ഇങ്ങനെ അയക്കുന്നതാണെന്നാണ് പറയുന്നത്. ഒരാൾ അക്ക, ഒരാൾ തങ്കച്ചി. അതാണ് അങ്ങനെയാണ് സ്ഥലത്തിന് അക്കാത്തങ്കച്ചി എന്ന് കണ്ടത്. ഈ കല്ലിന് പറയുന്നതാണ് അക്കാത്തങ്കച്ചി. അവര് തപസ്സിരുന്നിട്ട് അങ്ങനെ ആയതാണെന്നാണ് പറയുന്നത്. ഒരെണ്ണം അക്കയും ഒരെണ്ണം തങ്കച്ചിയും, അക്കാത്തങ്കച്ചി. കണ്ട ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ് ഇതൊക്കെ. അരിക്കൊമ്പൻ ചക്കക്കൊമ്പനൊക്കെ കിടന്ന് കളിക്കുന്ന സ്ഥലം മുള്ളന്തണ്ടെന്ന് പറഞ്ഞത്. ഏതാ ആ സൈഡ് ആ സൂര്യന് താഴെ നിൽക്കുന്നത്. സൂര്യന് താഴ്ത്തിക്കുന്ന സ്ഥലത്തിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. അവിടെ മുള്ളന്തണ്ടെന്ന് പറയുന്ന ഒരു നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. ട്രക്കിങ്ങിനൊക്കെ പോകുന്ന സ്ഥലമാണ്. പിന്നെ ഇങ്ങനെ സൈഡിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നെടുങ്കണ്ടം ആ ഭാഗങ്ങൾ കാണാം, ആ സൈഡ്. പിന്നെ ഇതിന്റെ ബാക്ക് സൈഡ് ഈ മലയ്ക്ക് തൊട്ട് പുറകിൽ വരുന്നതാണ് തമിഴ്നാട്. ഈ കാണുന്ന മലയാണ് നമ്മൾ ഈ ഭാഗം തമിഴ്നാട് ബോർഡറാണ്. ഈ കാണുന്നത് ഇതിന്റെ പുറകിലാണ് തമിഴ്നാട് വരുന്നത്. നമ്മളിവിടെ നിന്ന് ഒരു 6-7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തമിഴ്നാടായി. തമിഴ്നാട് ബോർഡറിൽ കയറുക. പിന്നെ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടും നമ്മുടെ അരിക്കൊമ്പന്റെ ഒക്കെ അരിക്കൊമ്പൻ. അപ്പൊ ഇവിടെ ഈ സ്ഥലങ്ങളും നമുക്ക് ഈ മൂന്നാർ കള്ളിപ്പാറയിലൊക്കെ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ വിശദ കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരുന്ന ഒരാളാണ്. അപ്പൊ നമ്മുടെ ഈ സ്ഥലങ്ങൾ കിളിക്കൂട് കണ്ടോ, കിളിക്കൂട്. നമുക്കിത് ഇരുന്ന് കാണാം. കിളി ഉണ്ടായിരുന്നത്? കിളിയില്ല, കൂട് കൂട്ടി വരുന്നുള്ളൂ. കണ്ടത് ഒരു കിളിക്കൂട്. മറ്റേ ഇരട്ടത്തല എന്ന് പറയുന്നത് 2 തലയുള്ള ഒരു 2 ബാക്കിലൊരു തലയുടെ ഒരു ഇതുപോലെ ഇരിക്കുന്ന ഒരു കിളിയുണ്ട്, ഇരട്ടത്തല. അത് തന്നെ കിളിയുടെ കൂട്. അപ്പൊ നമ്മൾ ഇവിടെ ഈ സമയത്ത് ഇഷ്ടം പോലെ കൂടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ തീ കയറുമ്പോ ഈ തീ കയറി കഴിയുമ്പോൾ കാട്ടുതീ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം നശിച്ചു. അതെങ്ങനെയാണല്ലോ എല്ലാ വർഷം വരാറുണ്ട് തന്നെ. കാട്ടുതീ വന്ന് ഇപ്പൊ താഴെ കണ്ടില്ല നമ്മള്, തീ കത്തിയെ കിടക്കുന്നത്. ഇവിടെ തൊട്ട് താഴെ വരെ കണ്ടില്ല. പക്ഷെ അന്നേരമാണ് ഇവര് നശിച്ചു പോകുന്നത് ഏറ്റവും കൂടുതൽ. ആനപ്പിണ്ടം കണ്ട ഇവിടെ ആന വരുന്നതിന്റെ തെളിവാണ്. കണ്ട ആനപ്പിണ്ടം. ഇവിടെ ആനയെന്ന് പറഞ്ഞ കാട്ടാനയാണ് കേട്ടോ. ഭയങ്കര ഡേഞ്ചർ. എലിഫന്റ്. മറ്റേ ചെറിയ തരം പുലിയില്ലേ? ചെറിയ പുലി. പുലിയോ? കണ്ടില്ലേ, രോമം കണ്ടില്ലേ? പുലി രോമം
കണ്ടാ പുലിയൊക്കെ വരുന്ന കേട്ടോ ഇവിടെ. അതുകൊണ്ടാണ് രോമം. ഡാർക്ക് ഏരിയ ആണ്. ഇവിടുന്ന് അങ്ങോട്ടും പോകാം അല്ലേ? നല്ല കൂളിങ് കേട്ടോ ഇവിടെ. സൂപ്പർ. അല്ല കുറിഞ്ഞ് നമുക്ക് ഇച്ചിരി കൊണ്ട് നന്നായിട്ട് അപ്പഴേ എടുക്കാം. പൂത്ത് വെക്കുന്നില്ല താഴത്ത് അപ്പഴേ ഇച്ചിരി നല്ല എടുക്കാം. സൂപ്പർ. ഇവിടെ അപ്പൊ ഈ ആനയൊക്കെ ഇപ്പൊ ഇവിടെ പോയിരിക്കും. അയ്യോ ആനയൊന്നും ഒന്നും പോയിട്ടില്ല. ഇവിടെ എവിടെ തന്നെ ഉണ്ട്. എവിടെ? ആ അതെ, അവിടെ ഒരു കൂട്ടം ആൾക്കാർ അവിടെ നിപ്പുണ്ട്. ഇത് കണ്ടില്ലേ? നല്ല ആനപ്പിണ്ണം കണ്ടോ? ആനപ്പിണ്ണം കണ്ടോ? ചക്കക്കൊമ്പൻ. ഇത് ചിലപ്പോ ചക്കക്കൊമ്പന്റെ ചാണകമായിരിക്കും. ഇതെങ്ങനെ ഈ മല കയറി വരുന്നല്ലേ ഈ ആനയൊക്കെ? ചെണ്ടളിയ നമ്മക്കൊക്കെയാണ് ഓടി കയറാൻ പറ്റത്തത്. ആനക്കൊക്കെ സിമ്പിളായിട്ട്. നമ്മുടെ നീലക്കുറിഞ്ഞിയുടെ മരം ഇല്ലെന്നേ, അവിടെ ഒന്നും ആകത്തില്ല. എന്താണ് പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് പിടിക്കും, അത്രേ ഉള്ളൂ. അങ്ങോട്ട് പോയല്ലേ അവര്. വേറൊരു ഗസ്റ്റിനെയും കൊണ്ടൊരു ട്രക്ക് ഇത് അവിടെ കിടപ്പുണ്ട്. രക്ഷയില്ല കേട്ടോ. അത് ഇവിടെ മറ്റേ ലെറ്റ്സ് ക്ലാമ്പ് എന്നും പറഞ്ഞോണ്ട് ഓർമ്മയുണ്ട്, മറ്റേ ഗ്ലാസ് ഹൗസ് പോലത്തെ. അപ്പൊ അവിടെ താമസിക്കുന്നതാ. അവരാകപ്പാട് ഇവിടെ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. നമ്മളെ കസ്റ്റഡിയില് സ്പോട്ടുകൾ ഇഷ്ടം പോലെയാ. ഇതിനുവേണ്ടി ഇറങ്ങി നമ്മൾ കണ്ടുപിടിച്ചേ. ഇതിനുവേണ്ടി നമ്മൾ ഇറങ്ങിയ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ സ്പോട്ടുകളായി. എങ്ങനെയുണ്ട് ഈ സ്ഥലം? ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. എന്നിട്ട് എന്റെ പൊന്നെ, അത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഇത്രയും നാളും പോയതില് ഇത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആയിരിക്കും. ഇത്രയും അടിപൊളി സ്ഥലം. എന്റെ പൊന്നെ, നമ്മൾ എവിടെയായിരുന്നു അന്ന് പോയത്? ആ നീലക്കുറിഞ്ഞിയുടെ ഇവിടെ പോയായിരുന്നല്ലോ കാണാനായിട്ട്, ശാന്തം പാറ. അതിനേക്കാളും സൂപ്പർ. എന്ത് രസം നമുക്ക്. ഇവിടെയൊക്കെ നമ്മുടെ നെക്ക് പോലെ കേട്ടോ. ചില സമയത്ത് വരാനായിട്ട് ഇഷ്ടം പോലെ മലയണ്ണാന് സാധനങ്ങളെ കാണാം ഈ മരത്തെ. കാട് കാടാണ്. ഇതൊക്കെ പുല്ലാണോ? പായലോ? പുല്ല. വെയില് വന്നിട്ട് ഇങ്ങനെ ആയപ്പോഴാ. മഴക്കാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിലും നല്ല പച്ചപ്പായിരിക്കും ഇവിടെ. ഇവിടെ ഇച്ചിരി മഴ പെയ്ത് ഒരു സമയത്ത് വേണം. ഈ പുല്ലെല്ലാം നല്ല പച്ചപ്പിൽ സൂര്യാസ്തമയം അവിടെ ഇപ്പൊ നടക്കും. എന്തളിയ പൊളി കഴിവ്. പക്ഷെ ഉച്ചക്കൊക്കെ വന്നതിനും ആകപ്പെട്ടു പോവല്ലേ? കുഴപ്പമില്ല, കാറ്റുണ്ടല്ലോ ഇവിടെ ഇപ്പോഴും ഒരു. ഇതൊക്കെ ഒന്ന് ഫ്ലിപ്പായാൽ മതി. നോക്കിയ കൊക്കയാണ്, കൊക്ക. എന്ത് രസം. സൂര്യൻ ആണ് നമ്മുടെ മുഖം ഇങ്ങനെ കളറാക്കുന്നത്. എന്റെ മുന്നോട്ട് അങ്ങോട്ട് പോയില്ലേ? ഇങ്ങോട്ട് നീങ്ങ, അങ്ങോട്ട് പോയി നിൽക്കി നോക്കിയേ. നമുക്കൊക്കെ പേടി അങ്ങോട്ട് പോകുക. നീ നോക്കിയേ, കണ്ട റബ്ബെ തിരിച്ചു പോകണ്ട, ഇങ്ങോട്ട് അവിടെയൊക്കെ ഉരുളം കല്ലുകൾ പോലെ കിടക്കുന്നതല്ല ആനപ്പിണ്ടോ? ഉരുളം കല്ല് പോലെ കിടക്കുന്നേ അവിടെ കിടക്കുന്ന ആനപ്പിണ്ടോ? എന്റെ പൊന്നളി, എന്ത് രസമല്ലേ കാണാൻ. ഈ പാറ ഉണ്ടോ? വെറൈറ്റി വ്യൂ അല്ലേ ഈ പാറക്ക്? നല്ല വ്യൂ. ഇവിടെ നമ്മുടെ നെക്കെന്ന് പറയുള്ളൂ. ചില സമയത്ത് നമ്മൾ ഇതിലെ വരുമ്പോണ്ടല്ലോ, അവിടെ മറ്റേ മ്ലാവ്, കേഴ, എരുമേനെ ഒരു അച്ചിര രോമൊക്കെ നമ്മുടെ കഴുതി. കേഴയുണ്ട്. കേഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആടിന്റെ ചെമ്മരിയാണല്ലോ. മ്ലാവ് വേറെ, കേഴ വേറെ. സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല വളരെ രസമുണ്ട് കാണാനായിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊക്കെ ഒരു ഇങ്ങനെ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന ഒരു ഇതല്ലേ, വരച്ചു വെക്കുന്നതല്ലേ. സത്യന്റെ ആ മരങ്ങളൊക്കെ എന്ത് രസമാണെന്ന് വരച്ചു വെച്ചേക്കുന്ന അതുപോലെ സ്ഥലം. സത്യം നമ്മുടെ സങ്കല്പത്തിൽ ഇങ്ങനെയൊക്കെ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഓർക്കുന്ന പോലെ. മൂന്നാറിന് എന്നാ ഒരു
പണ്ട് മുതലേ വന്ന ഒരു ബ്രാൻഡ് നെയിം ആയിപ്പോയി. അതാ അതുകൊണ്ട് സത്യം. എല്ലാവരും അവിടെ എല്ലാരും അവിടെ തേയിലക്കകത്ത് വെക്കുന്നു, 2 ഫോട്ടോ എടുക്കുന്നു. സത്യം. മൂന്നാർ പോയെന്ന് ബുക്കിന്റെ പുറന്നാളിലൊക്കെ ഇതുപോലെ അതാണ് ബുക്കിന്റെ പടങ്ങളില് നമ്മൾ അതുപോലെ വീടുകളിലൊക്കെ വെക്കുന്ന സീനറിക്കകത്തൊക്കെ വരുന്നത് ഇതേപോലത്തെ സ്ഥലങ്ങൾ. അപ്പൊ നമ്മൾ ഇത് സീനറിക്കകത്ത് മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നളി അങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല, അത്രയും വൈബ്. സത്യം പറഞ്ഞു കഴിഞ്ഞാ സൂപ്പർ. എന്ത് രസമല്ലേ, ഇങ്ങനെയൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു ഇതിൽ. അല്ലെ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ അറിയാത്തതുണ്ടാവൂലേ ഇവിടെ? ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ പഞ്ചായത്തിനകത്ത് തന്നെ അറിയപ്പെടാത്ത ഒത്തിരി സ്ഥലങ്ങൾ ഇങ്ങനെ വെറുതെ നടക്കുന്നുണ്ട്. ഈ ലോക്കലിലുള്ളവർക്ക് തന്നെ ചെയ്ത് കണ്ടുകണ്ടതായതുകൊണ്ട് അവർക്കൊരു പുതുമ തോന്നത്തില്ല. ഇവിടെ ഉള്ളവർക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളാ. ഇവിടെ ഉള്ളവർ മാത്രം വരും, അവരെന്തെങ്കിലും കുറച്ചു നേരം വന്ന് ഇരുന്നിട്ട് അങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ പുറത്തുനിന്നുള്ളവരെ ആരും വരുന്നില്ല. കാരണം ഇതൊന്നും അങ്ങനെ ഈ ഗൂഗിൾ മാപ്പിലോ കാര്യങ്ങളിലോ ഇടം പിടിച്ചിട്ട് അങ്ങനത്തെ സ്ഥലങ്ങളല്ല. ലൊക്കേഷൻ ഇട്ടാ പോലും ഇവിടെ ഒന്നും എത്താൻ ഇവിടെ ലൊക്കേഷൻ ഇട്ട് നമുക്ക് ആരെയും ഇവിടെ വരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നതെന്ന് തോന്നുന്നല്ലേ ഇവിടെ. അതുകൊണ്ട് ഇവിടെ വേസ്റ്റ് ഇല്ല, സത്യം. ഒരു പ്ലാസ്റ്റിക് പോലും ഇല്ല, നീറ്റായിട്ട് നല്ല നീറ്റായിട്ട് അതുകൊണ്ട് കിടക്കുന്നത്. ഇപ്പൊ അല്ലെങ്കിൽ നമ്മുടെ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണെങ്കിൽ ഇവിടെ കുപ്പിയും പാത്രവും ഒക്കെ കണ്ടേനെ. ഇപ്പൊ കൊള്ളാം. പക്ഷെ ഒരു ദാഹം പോലും തോന്നുന്നില്ല, കുടിക്കാൻ അങ്ങനെ തോന്നത്തില്ല. പക്ഷെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി പോകും. വെള്ളം കുടിച്ചോണ്ടിരിക്കണം. വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മള് ക്ഷീണമായി പോകും. രസമുണ്ട് കാണാൻ, വളരെ സൂപ്പർ. എന്ത് രസമല്ല. ഇത് പൂപ്പാറ ഇവിടെ കാണുന്നത് അതല്ലേ. ഇത് അപ്പുറം നമുക്ക് രാജകുമാരി എന്ന് പറയുന്ന സ്ഥലം വരെ കാണാൻ. രാജകുമാരി. പിന്നെ നേരത്തെ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ലേ, അവിടെ ആ പള്ളി കാണുന്നില്ലേ, അത് ശാലോകുന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മലയാണ്. പിന്നെ നേരത്തെ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ലായിരുന്നു, നല്ല മഞ്ഞൊക്കെ ഉള്ള ഒരു സ്ഥലത്തിന്റെ പേര്? രാജപ്പാറ. അത് ഈ ഒരു ലെവലാണോ? അത് ഇതിന്റെ ഒരു വേറൊരു വെറൈറ്റി ആണല്ലേ. ഇവിടെ ഇത്ര പച്ചപ്പും കാര്യങ്ങളും ആയിട്ട് കാണുന്ന നമ്മുടെ കേരളത്തിന്റെ ഭംഗിയാണ് കാണുന്നത്. അവിടെ നേരെ തിരിച്ച് ഈ പച്ചപ്പുള്ള തമിഴ്നാട് രാജപ്പാറയിൽ കാണുന്നത്. ഇവിടേക്ക് അവിടെ വലിയ ഏലത്തോട്ടോ ആ കാണുന്നത്, ഭയങ്കര വലിയ ഏലത്തോട്ടം അവിടെ കാണുന്നത്. നന്നായിട്ട് ഏലം നിൽക്കുന്ന ഒരു ഏരിയ അവിടെ. ഇവിടെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ അപകടങ്ങളൊന്നുമില്ല. ഈ അറിയാത്ത ആൾക്കാരൊന്നാമത് ഇവിടെ വരുന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ അപകടങ്ങളൊന്നുമില്ല. അതെ, ഈ ഇപ്പോഴത്തെ കാലത്ത് ചെറിയ അമ്പിളാരൊക്കെ വന്നു കഴിഞ്ഞാലേ പറയാൻ പറ്റില്ല. ഇവിടെ ഞാൻ പറഞ്ഞില്ല, ആന ഉണ്ടെന്നുള്ളതിനെ ഒരു തമാശ രൂപേണ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പോയി. കാരണം എപ്പോ ആന വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പകൽ സമയത്താ വരാവുള്ളൂ. അല്ലാതെ രാവിലെ വന്നാലോ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇവിടെ ആനയുണ്ട്. കാരണം അവരുടെ സ്ഥലമാണ്. അവരുടെ സ്ഥലമാണ്. ഡേഞ്ചറാണ്. അവരുടെ സ്ഥലത്ത് നമ്മൾ കയറിയാൽ ഇഷ്ടപ്പെടത്തില്ല. അതുപോലെയാണ് നമ്മുടെ സ്വന്തം സ്ഥലത്ത്. പിന്നെ നമ്മൾ പറഞ്ഞേക്കുന്ന ഇപ്പൊ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആനകളെല്ലാം മെയിനായിട്ടും ഇവിടെ ഇതിലൂടെയാണ് മേഞ്ഞ് നടക്കുന്നത്. അവരുടെ മെയിൻ സ്ഥലം ഇവിടെയാണ്. അരിക്കമ്പനും ചക്കക്കൊമ്പൻ മുടിവാലൻ എന്ന് വേണ്ട അവരുടെ എല്ലാം മെയിൻ. പടയപ്പ എന്ന് പറഞ്ഞ ആന മാത്രമാണ് ഇങ്ങോട്ട് വരുന്നില്ല. അത് മറ്റേ മൂന്നാർ മറയൂർ ആ ഭാഗത്ത്. ബാക്കി ആനകൾ കൂട്ടമായിട്ട് വരുന്ന സ്ഥലം ഇവിടെ. നല്ല രസമല്ലേ? അങ്ങേ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഡാമിന്റെ വ്യൂവും ആ ഭാഗങ്ങളുവാ. ഇവിടെയാണ് ഈ നെടുങ്കണ്ട ഈ ഭാഗത്ത്. പക്ഷെ ഇവിടുത്തെ വ്യൂ ആണെങ്കിൽ പോലും ഇച്ചിരി വെയിലുള്ളപ്പോൾ അവിടുത്തെ ഏലം കാണാൻ നല്ല രസമാണ്. ഏലം നമ്മൾ ചവിട്ടിന്ന് കാണുമ്പോൾ ഒരു ഭംഗിയില്ല. ഏലവും തേയിലയും തമ്മിൽ ഏതായിരിക്കും ഏറ്റവും ഭംഗി? തേയിലയായിരിക്കും. തേയില തന്നെ ഭംഗി. തേയില തന്നെ. കാരണം ഏലം എപ്പോഴും ഒരേപോലെ നിൽക്കത്തില്ല. ചിലപ്പോ അതിന് അസുഖങ്ങളൊക്കെ മഞ്ഞ പക്ഷെ തേയില എപ്പോഴും പച്ചപ്പ, നല്ല തരി പച്ചപ്പിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അവര് ബ്രിട്ടീഷുകാരാണല്ലോ ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. നമ്മളപ്പോ ഏലം നടുവാന്ന് പറഞ്ഞാൽ ഏലം തേയില നമ്മുടെ ഇന്ത്യ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരാണ്. ചായ ഇവിടെ ഇങ്ങനെ സാധ്യത ഉണ്ടെന്ന് കണ്ടുപിടിച്ചില്ല. മൂന്നാർ ആകത്തില്ലായിരുന്നു. ഇപ്പൊ ഈ മരത്തിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഒക്കെ പിടിക്കുന്ന വല്ല മരമാണോ? ഉണ്ട്. അത്തരം മരങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി മരങ്ങളുണ്ടല്ലേ ഇവിടെ. മറ്റേ ഞാവലില്ലേ, ഞാവല് ഇവിടെ കാടിനകത്തോടെ ഒക്കെ ഉണ്ട്. അടുത്ത മാസം ആയി കഴിഞ്ഞാൽ അതിന്റെ സീസണാ. അടുത്ത മാസം എന്തായാലും ഞങ്ങൾ വരുന്നുണ്ട് ഇവിടെ. ഏപ്രിൽ മെയ് മാസം ആകുമ്പോഴത്തേക്കും അതിന്റെ സീസൺ ഇഷ്ടം പോലെ. പിന്നെ ഇവിടെ ഒത്തിരി പഴങ്ങളുണ്ടായിരുന്നു. ഇവിടെ മറ്റേ ചിറ്റീന്ത് എന്ന് പറയുന്ന സാധനം വരത്തില്ല. ചിറ്റീന്ത് മറ്റേ ചൂലൊക്കെ ഉണ്ടാക്കുന്നത്, പണ്ട് ചൂലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ചിറ്റീന്ത്. പുല്ലുകണക്കത്തെ ചൂല്. അത് അവിടെ നിൽപ്പുണ്ട്. അപ്പൊ കായായി തുടങ്ങിയിട്ടുണ്ട്. അതും പഴുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈന്തപ്പഴം ഇല്ലേ, അതിന്റെ ഒരു ഇണത്തിൽപ്പെട്ട ഒരു ബ്ലാക്ക് കളറിലിരിക്കുന്ന പഴം. അത് കഴിക്കാൻ കൊള്ളാവുന്ന. പിന്നെ തൊടലി എന്ന് പറഞ്ഞൊരു സാധനം. തൊടലി ഈ മുള്ളുള്ളതാ, ചെടിക്കും മുള്ളുള്ള. അതിന്റെ പഴം. അതെ,
അതൊക്കെ പിന്നെ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനത്തെ കാട്ടിലെ കുറെ പഴങ്ങൾ ഇവിടെ കിട്ടും. കിട്ടുന്ന സമയം വാങ്ങിക്കാൻ കിട്ടുമോ? വാങ്ങിക്കാനൊന്നുമില്ല, നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. ഇവിടെ ലോക്കലുള്ളവർക്ക് അറിയാം, അവരൊക്കെ പറിച്ചെടുക്കും. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു, ഞങ്ങള് കാട്ടിക്കൂടെ കയറി പാഷൻ ഫ്രൂട്ടില്ലേ, ഇവിടെ വലുതല്ലേ ഉള്ളൂ, നമ്മളിപ്പോ ഉള്ളൂ മറ്റേ ചെറുതുണ്ട്, മറ്റേ വയലറ്റ് കളർ. അത് ഇവിടെ ഇഷ്ടം പോലെ ഇവിടുത്തെ കാടുകളിൽ, എല്ലാ കാടുകളിലും തന്നെയുണ്ട്. ഇതൊക്കെ പറിച്ച് ഇന്ന് നമ്മുടെയൊക്കെ ചെറുപ്പം. ഇപ്പൊ ഒന്നുമില്ല, കാരണം കാട് കയറി വെക്കും. പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ഞാൻ ഈ പറഞ്ഞേക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടങ്ങളിലേ ഉള്ളൂ. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ നേരത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കാട്ടുപ്ലാവ്, ചക്ക, കാട്ടുചക്ക ഉണ്ട്. ചക്ക ചെറുതാ, വലിപ്പം കുറവാ, നല്ല ടേസ്റ്റ്, ഭയങ്കര മധുരവാ. അതിനകത്ത് വരിക്ക കുറവാന്ന് തോന്നുന്നു, കൂടുതലും കൂഴച്ചക്കകളെ കിട്ടുന്നത്. പക്ഷെ എന്നാലും എനിക്ക് വരിക്കേനേക്കാളും ഇഷ്ടം. തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവര് കഴിക്കത്തുമില്ല, അവർ ഉപയോഗിക്കത്തുമില്ല. നമ്മൾ കഴിക്കുന്നവരെ അവരൊരു ഇതായിട്ടാ കാണുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൂഴ ഭയങ്കര ഇഷ്ടം. ഇതിനറിയോ, ഈ മൂന്നാറിൽ എവിടെ ഏത് പോയിന്റ് ചെന്ന് കഴിഞ്ഞാലും അവിടെ ഒരു 50 പേര് നിൽക്കുന്നുണ്ടായിരിക്കും. അവരൊന്ന് മാറുന്ന ഗ്യാപ്പിൽ പോയി നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാല് ഇവിടെ എവിടെ പോയി വേണമെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാം, കാരണം നമ്മൾ മാത്രം ഇവിടെ നമ്മളെ കൊണ്ടുവരുന്ന നമ്മുടെ ഏരിയ. നമുക്ക് ഈ ഒരു പ്രൈവസി നമുക്ക് കിട്ടത്തില്ല, ഈ ഒരു പ്രൈവസി കിട്ടത്തില്ല, ഇത്രയും വ്യൂവും കിട്ടത്തില്ല. നമുക്ക് ഗ്യാരണ്ടി പറയാം. നല്ല വ്യൂ ആണ് കേട്ടോ, സൂപ്പറാണ്. ഇവിടെയൊക്കെ ഇതൊക്കെ ചെയ്തവരെ സമ്മതിക്കണം, അല്ലെങ്കിൽ മറ്റേ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിരിക്കുന്ന അവിടെ റോഡ്. കാരണം ഇവിടെ ഗവൺമെന്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഏലത്തോട്ടങ്ങളുണ്ടല്ലോ. അപ്പൊ അവർക്ക് മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയിൽ ഏലക്ക കൊണ്ടുപോകാനും പണിക്കാരെ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറെ ആൾക്കാരൊക്കെ കൂടി ചേർന്ന് കുറക്കെ ചെയ്തേക്കുന്നതാണ്. പിന്നെ ഇത് റവന്യൂ ഭൂമിയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നതെല്ലാം. ഗതാഗതമൊക്കെ പൊതുവായിട്ടാണ്, ആർക്കും വേണേലും വരാം, പ്രൈവറ്റ് ആയിട്ടുള്ളതൊന്നും അല്ല. ഈ കാണുന്ന ഇവിടെയൊക്കെ കയറ്റം ഇറക്കുമായിരിക്കും അല്ലേ, ഈ അവിടെയൊക്കെ കാട്ടിലൊക്കെ. ഇവിടെ വേറെ ഏതൊക്കെ മൃഗങ്ങളുണ്ട്, വന്യമൃഗങ്ങള്? വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ പുലിയില്ലേ, ചെറിയ പുലി വർഗത്തിൽപ്പെട്ട പുലിയുണ്ട്, ആനയുണ്ട്, ആൾക്കാര് ഇല്ല. അങ്ങനത്തെ മൃഗങ്ങളൊന്നും അത് നമ്മുടെ കേരളത്തിലേ ഇല്ല. അങ്ങനത്തെ ഒന്നുമില്ല. ഇവിടെ ആൾക്കാർക്ക് ശല്യമായിട്ടുള്ളത് ആനയാണ്, കൃഷി നശിപ്പിക്കുന്നു കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ കുരങ്ങൂടെ ഭയങ്കര ശല്യം. ഒരു 2 വർഷം കൊണ്ടൊക്കെ ആയിരിക്കും ഒരു ഏലം, നമ്മള് 1.5 വർഷം കൊണ്ടാണ് നമ്മള് ഏലം കായെടുക്കാൻ പറ്റുന്നത്. ഈ സാധനം കുരങ്ങ് വന്നു കഴിഞ്ഞാൽ ഇവന്മാരൊരു 1.5 മണിക്കൂർ കൊണ്ട് ഒരേക്കർ സ്ഥലമൊക്കെ ചുമ്മാ ഈ ചൂല് കട്ടടിച്ചിട്ടേക്കുന്ന പോലെ ആക്കി കളയും, വലിച്ചു വലിച്ചു. കാരണം നമ്മള് 1-1.5 വർഷത്തെ കഷ്ടപ്പാടാന്ന് കരുതണം, അവരൊരൊറ്റ അടിക്ക് ഇല്ലാതാക്കി കളയുന്നത്. അല്ലാതെ ആൾക്കാർക്ക് ഭീഷണിയായിട്ടുള്ള വേറെ മൃഗങ്ങളൊന്നുമില്ല, ആന മാത്രമേ ഉള്ളൂ. ഇവിടെ ഇവിടങ്ങളിലൊക്കെ ഉണ്ട്, കാട്ടുപോത്തുണ്ട്, കേഴയുണ്ട്, പ്ലാവുണ്ട്, പിന്നെ പൂരമാൻ എന്ന് പറഞ്ഞൊരു ചെറിയ മാൻ. മുയലിന്റെ ഈ മാനിന്റെയും കൂടെ ഒരു ഇടത്തരമായിട്ട് കിട്ടുന്നൊരു സാധനം. ചാടി നടക്കൂല എന്നാ ഇത് കൂട്ട് കേഴയല്ല മാനുമല്ല, പൂരമാൻ എന്ന് പറയും. കാണാൻ നല്ല ഭംഗിയാ. പിന്നെ പകൽ സമയത്ത് നമുക്ക് കാണാൻ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ മലയണ്ണാൻ എന്ന് പറഞ്ഞ മലയണ്ണാനുണ്ട്, വലിയ എണ്ണാനില്ല. വെളുപ്പിനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സാധ്യത. ഇതിലൂടെ ഒക്കെ ഉണ്ട്, കണ്ടില്ല നമ്മൾ തൊട്ടപ്പുറം ആനപ്പെണ്ണം കിടക്കുന്നത്. അങ്ങനെ ഒരു സംഭവം അതൊക്കെ നമ്മള് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ആന ഇതുപോലത്തെ വലിയ മലയിലൊന്നും കയറത്തില്ല. സിമ്പിളായിട്ട് ആന ഇതുപോലത്തെ വലിയ മലയിലൊക്കെ കയറും. അവര് തിരിച്ചിറങ്ങിയപ്പോ വേണ്ടി നടക്കില്ല, ഇരുന്നിട്ട് അങ്ങ് നിരങ്ങി അങ്ങ് പോകും. ബാക്കിലെ കാലുകുത്തി ഇരുന്നിട്ട് നിരങ്ങി അങ്ങ് ഇറങ്ങും. അത്രയും വലിയ മലയെന്ന് വേണേലും ആന ഇറങ്ങും. നമ്മളിവിടെ ആനപ്പിണ്ടം കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല. ചിലപ്പോ കരുത് നമ്മളിങ്ങനെ ഒരു ബിൽഡപ്പിന് അടിച്ചു വിടുന്നതാന്ന് വരും. നമ്മളിപ്പോ അങ്ങോട്ട് നടന്നു പോകുന്ന വഴിക്കാൻ കാണിച്ചത് ഇതൊക്കെ ആനപ്പിണ്ടമുണ്ട്. അതുപോലെ ആ ഡാമില്ലേ ആന ഇറങ്ങല്, ആ ഡാം ആന നീന്തി കിടക്കും. അത്രയും വലിയ ഡാം ആന നീന്തി കിടക്കും. ആ തുമ്പിക്കയുടെ തലയ്ക്ക് മാത്രമേ മുങ്ങി നിൽക്കത്തുള്ളൂ. ആന ആ ഡാം ഇപ്പറേ നീന്തി കിടക്കും. അതല്ലേ അരിക്കൊമ്പനെ വെടിവെച്ച് കഴിഞ്ഞാൽ താഴെ പോയി ഡാമിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കണ്ടില്ല ആനപ്പിണ്ടോ? നല്ല രസമല്ലേ? ഒരു ഇത് എന്താ പറയുന്ന നല്ല
അതെ പിണ്ടം. ആനപ്പിണ്ടം. ആനപ്പിണ്ടം. ചെറിയ ആനകളൊക്കെ വരുന്നുണ്ടല്ലോ, ചെറിയ കുഞ്ഞായിരിക്കും. മുയല്. സൂര്യനെ കണ്ട, അസ്തമിക്കാൻ നിൽക്കുന്ന സൂര്യൻ. അവിടെയൊക്കെ ഫുള്ള് ആനപ്പിണ്ടം ഉള്ളൂ. പിന്നെ ഇവിടെ ഇത് ഈ പുല്ലിനകത്ത് ചെറിയ പുഴുക്കളുണ്ട്. അത് ഈ പന്നി കഴിക്കാൻ വേണ്ടി അവർ കുത്തിമറിച്ചിട്ടേക്കുന്നത്, കാട്ടുപന്നി. ഇതാ ഞാൻ പറഞ്ഞ ചിറ്റീന്തെന്ന് പറഞ്ഞത്. ചിറ്റീന്ത് നമ്മുടെ ചൂലൊക്കെ ഉണ്ടാക്കുമെന്ന്. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് അതിനകത്ത് പഴമാവും. വൈബെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ വേറെ ലെവല്. നമ്മളിതൊക്കെ ഒന്ന് കാണണം. എന്ത് പറയണോന്നറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ കേട്ടോ. നമ്മളെ വീട്ടിൽ ഹൈയിലാണ് നിൽക്കുന്നത്. തണുത്തിട്ട് നിൽക്കാൻ വയ്യ, ഭയങ്കര തണുപ്പ്. ഇത് വരാണ്ട് വന്ന കസേര. അല്ല, ആനയിറങ്ങൽ ഡാം. ആനയിറങ്ങൽ ഡാം നമ്മളന്ന് അവിടെ കേറിയില്ലേ? അവിടെ ആന ഇറങ്ങും ഇനി. അങ്ങനെയാണ് ആ സ്ഥലത്തിന് മെയിനായിട്ട് ആനയിറങ്ങൽ എന്ന് പേര് വന്നത്. ആനയുടെ മെയിൻ സ്ഥലമാണ് അവിടെ ഒക്കെ. അവർ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കാൻ പോകുന്നതും അവിടെ ആനയിറങ്ങൽ ഡാമിനകത്താണ്. വെള്ളം കുടിക്കാൻ അവിടെ ഡാമായിട്ട് കിടക്കുന്നവർക്ക് വെള്ളത്തിനൊരു ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ. തണുപ്പായില്ല ഇവിടെ. തണുപ്പാകാനിട്ട് ഈ ലെവല്. അപ്പൊ തണുപ്പാണെങ്കില വെളുപ്പിനേക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല. നമ്മുടെ മേഘം കണക്ക് ഫുള്ളും മഞ്ഞും കോടയൊക്കെ ആയിട്ട് വേറെ ലെവലായിരിക്കും. ഇത് കണ്ടില്ലേ, ഒരേ ഫാമിലികൾ കസേരയൊക്കെ ആയിട്ട് വന്നിരുന്നു അന്തരീക്ഷം ആസ്വദിക്കുന്നു, പൊളിക്കുന്നു. കുളം വേണേ എടുത്തോട്ടോ. കുളമോ? ആന വെള്ളം കുടിക്കുന്ന ഈ മലയുടെ മുകളിലാണെങ്കിലും അവർക്ക് വെള്ളം കുടിക്കാനുള്ള വെള്ളം കിട്ടും മൃഗങ്ങൾക്കെ. കണ്ടത് ഈ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന കുളം. അതേ കണ്ടോ, എവിടെ കുളം? അവർക്ക് കുടിക്കാനുള്ള വെള്ളം എങ്ങനെയാണല്ലോ അവിടെ ഉണ്ടാവും. ഇത്രയും പാറ മലയൊക്കെ ഉള്ള ഈ ഭാഗത്ത് ആണല്ലേ അവർക്ക് കുടിക്കാനുള്ള വെള്ളം കിട്ടും. അവിടെ കാണുന്ന കാൽപ്പാടുകളെല്ലാം ഓരോരോ മൃഗങ്ങളുടെയാണ്. ഓക്കെ, കണ്ടോ നീറ്റാക്കി തെളിച്ചു വെച്ചേക്കുന്ന പോലെയല്ലേ ഇരിക്കുന്നത്. അത് അവര് വന്ന് വെള്ളം കുടിച്ചും പയ്യെ തോണ്ടി തോണ്ടി ശരിയാക്കി എടുത്തേക്കുന്നതാണ്. കണ്ടില്ലേ ഈ കാൽപ്പാടുകളെല്ലാം കണ്ടില്ലേ? ഇത്രയും മുകളില് ഈ വെള്ളം കിട്ടുന്നുണ്ട്. അതൊക്കെ നല്ല ശുദ്ധമായ വെള്ളം കേട്ടോ. വെള്ളത്തിന്റെ കളർ കണ്ടില്ലേ? ചുമ്മാ ഒന്ന് കൈ തൊട്ടാൽ മതി, അന്നേരം മനസ്സിലാകും വെള്ളത്തിന് തണുപ്പും തരം ഉണ്ടെന്ന്. ഐസ് വാട്ടർ എന്ന് പറഞ്ഞാൽ തനി ഐസ് വാട്ടർ. കുട്ടനില്ല കേട്ടോ ഇറങ്ങിയെടുക്കാൻ. അല്ല, ഇവിടെ ചതുപ്പൊന്നുമില്ല. കണ്ടത് ഇത് നമ്മുടെ മൃഗങ്ങളൊക്കെ ഇത്രയും നേരം വെയിലടിച്ച് കിടന്നതായിരുന്നു. എന്നിട്ടാ കണ്ട നല്ല ക്ലിയർ ആയിട്ട് വെള്ളം കിടക്കുന്നത്. കണ്ട അവർക്ക് കുടിക്കാനുള്ള ഏരിയ അവര് ക്ലീൻ ആയിട്ട് ഇട്ടിട്ടുണ്ട്. വല്ല മനുഷ്യനൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ അവസ്ഥ നോക്കിക്കേ. നല്ല കറുത്തിരുണ്ടിരുന്നത് ഈ ചെളി കണക്ക് തന്നെ ഈ വെള്ളവും കിടന്ന്. കണ്ടോ, നമുക്കെന്നാ പയ്യെ ഇവിടുന്ന് മാറിയേക്കാം. കണ്ട കാൽപ്പാട്. കണ്ട നമ്മൾ ഇവിടുന്ന് പതിയെ നീങ്ങി കൊടുക്കുവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ ആനയൊക്കെ ചിലപ്പം വെള്ളം കുടിക്കാനൊക്കെ വരുമ്പം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ തിന്നാനുള്ള ഭക്ഷണമാണെന്ന് പറഞ്ഞ് നക്കിക്കളയും. ഇരുട്ടി തുടങ്ങി. ഇനി ഇരുട്ട് ആകുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ പുറത്തോട്ട് ഇറങ്ങണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം എന്തൊക്കെയാണ്. അതാണ് അക്കാത്തങ്കച്ചി മല എന്ന് പറയുന്നത്. പാറ, അക്കാത്തങ്കച്ചി പാറ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാം. അവിടെ നിന്ന് തന്നെ കയറണം. ഇതിന്റെ റിവേഴ്സ് എടുക്കും.
ഇതേ കാറ് പോലെ പേടിക്കണ്ട, ഇതൊന്ന് ജീപ്പ് ഈ 4 വീല് കൊടുത്ത് ഗിയറും കൂടെ കൊടുത്ത് കഴിഞ്ഞാൽ ഇറക്കം ഇറങ്ങാൻ വണ്ടി ഈ ഒരു സ്പീഡിലേ പോകത്തുള്ളൂ. ബ്രേക്ക് പോലും കാരണത്തിൻ്റെ വണ്ടി ഈ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താൽ പോകത്തുള്ളൂ. ഇത്തരം ഇറക്കമൊക്കെ ഇറങ്ങുമ്പോഴേക്കും നമ്മളെ സ്ഥാപിക്കാൻ വേണ്ടി ഒരു പറഞ്ഞ വണ്ടിയുടെ എൻജിൻ ഓഫ് ചെയ്ത് ന്യൂട്രലിച്ച് പോകാൻ ജീപ്പ്. അങ്ങനത്തെ പരിപാടിക്ക് പോകരുത്. നമ്മൾ വലിയ ഗിയറിൽ തന്നെ ചവിട്ടി ഇറങ്ങി പോകാവുള്ളൂ. അല്ലാത്തപ്പോഴൊക്കെയാണ് അപകടം വരുന്നത്. ഇത്ര അവിടെ വേണമെങ്കിൽ വണ്ടി എൻജിൻ ഓഫ് ചെയ്തങ്ങ് പോകാം. അത് അത്ര അവിടെ ഡീസലിന് ആവശ്യം. അത്ര അവിടെ നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് വെട്ടി കഴിഞ്ഞാൽ നിന്നില്ലെങ്കിൽ ഇതേ ഗിയറിൽ പോകുമ്പോൾ അങ്ങനത്തെ യാതൊരു കുഴപ്പമില്ല. ഇതൊക്കെ ഇവിടെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നവര് വേണം, ഡ്രൈവർ എന്ന് പറയാനല്ലേ. ഈ സൈഡ് ചേർത്ത് ഒതുക്കിക്കോ. സ്പീഡ് പിടിപ്പിച്ചാൽ മതി. അയാളെ എടുത്തിട്ടും പോവാണ്. അയാളെ ഇറക്കി തരുവാണ്. അയാളെ ഇറക്കി പോകും. അവിടെ സ്ഥലം കാണുമായിരിക്കുന്നു. പുള്ളിക്ക് അവിടെ ചവിട്ടി നിർത്തി നൈറ്റൊക്കെ കയറി പോകല്ലേ. ഇത് തന്നെ വന്നോന്ന് സെറ്റ് ആയതാണോ ഈ റൂട്ട്? ഈ റൂട്ടിലോട്ട് വണ്ടി ഓടിക്കും അറിയാനോ? നമ്മുടെ നാട്ടിൽ ജീപ്പ് ഓടിക്കാൻ പഠിക്കാതെ പറ്റത്തില്ല. ചെറുപ്പം പോലെ വീട്ടിൽ വണ്ടിയുണ്ട്. വീട്ടിലെ വണ്ടി 85 മോഡലാണ്. അച്ഛൻ്റെ ആണോ? റൈഫിൽ യൂസ് ചെയ്തതാണോ? നമ്മൾ വന്നത് ഇത്ര വലിയ മേടിച്ച് ഞാൻ ഇവിടെ സീനെന്ന് മുഴുവൻ കരുതും. തിരിവ് ചെയ്തിട്ട് നോക്കും. വലിയ വണ്ടില്ല നാറ്റ് കോൺക്രീറ്റ് നിൽക്കുന്നത് കട്ടിങ്ങാണ്. അത് കോൺക്രീറ്റ് അങ്ങനെയാണ്. ഇത് മാത്രം ഒരു ബ്ലേഡ് കാലത്തില്ല. ഇത് അറിയാൻ മേലാത്ത ആരെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പണി സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനിലാണ് വണ്ടി ഓടിക്കുന്നതാണോ? ഇല്ലേ?
ജീപ്പ് ഓടിക്കാൻ നേരത്തെ 4 വീൽ വണ്ടിയല്ല, അത് നമുക്ക് അങ്ങനെ ഒരു വിഷയമില്ല. നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ തോന്നുന്നിടത്ത് നമ്മൾ ഗിയർ മാറ്റി 4 വീലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഉള്ളൂ. ടെൻഷന്റെ ആവശ്യമില്ല. കാറൊക്കെ എടുത്തിട്ട് പോകുന്ന വള്ളിയാണെന്ന് തോന്നുന്നില്ലേ? കാറ് ഭയങ്കര വള്ളിയാണ്. ചിലപ്പോ അവിടെ ഇവിടേക്ക് ഇടിച്ച് നല്ലൊരു വണ്ടി ജീപ്പാണോ? റോഡാണോ? ഇപ്പൊ റോഡിലേ അപ്പോൾ ഗൈസ് ദേ നമ്മൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരികയാണ്. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമലേട്ടൻ കണ്ടുപിടിച്ചൊരു സ്ഥലമാണ്. ഇതൊന്നും ആർക്കും അങ്ങനെ പെട്ടെന്ന് കണ്ടെത്തിപ്പെടാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ലിസ്റ്റിൽ കൊടുത്തേക്കാം. ഒന്ന് കയറി കാണുന്നത് നന്നായിരിക്കും. യാത്ര